നമസ്കാരം. CPIയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇപ്പോൾ ഗ്രൂപ്പും തർക്കവും വഴക്കും ഒക്കെ ഉള്ളതായിട്ട് പറയപ്പെടുന്നു. അങ്ങനെ CPIയിലും ഈ പ്രശ്നമുണ്ട് എന്നാണ് വാർത്തകൾ കാണിക്കുന്നത്. CPIയിൽ തന്നെ കെ ഇസ്മായിൽ വിഭാഗവും അതുപോലെ തന്നെ അങ്ങനെ ഒരു വിഭാഗമുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പുറത്ത് നിൽക്കുന്നത് കൊണ്ട് അത് വേറൊരു വിഷയത്തിൽ നിൽക്കുന്നു. പിന്നെ C ദിവാകരൻ ഒന്ന് ഇടഞ്ഞു നിൽക്കുകയാണ്, അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പന്നൻ രവീന്ദ്രൻ പ്രശ്നമില്ല, അകത്ത് നിൽക്കുന്ന ആളാണ്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചരട് വലി, അതിനകത്ത് CPMൽ നടക്കുന്നതായിട്ട് അറിയുന്നൊരു ചരട് വലി അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആര് എന്നുള്ളതാണ്. സെക്രട്ടറി ആയിട്ട് സഖാ ബിനോയ് വിശ്വത്തെ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആര് എന്നുള്ളതാണ്. അസിസ്റ്റൻറ്റ് സെക്രട്ടറിയിൽ ഇത് തർക്കം വരാൻ കാരണം ഇപ്പോഴത്തെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കാസർഗോഡുള്ള മുൻ റവന്യൂ മന്ത്രികൾ ഇ ചന്ദ്രശേഖരൻ അവർക്ക് പ്രായാധിക്യമായതുകൊണ്ട് അദ്ദേഹം ഒഴിവാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാകുമ്പോൾ ആരാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്നുള്ളതാണ്. പഴയ കാനം വിഭാഗത്തിൽ നിന്ന് അസിസ്റ്റൻറ്റ് സെക്രട്ടറി കൊണ്ടുവരാനാണ് ബിനോയ് വിശ്വത്തിൻ്റെ തന്നെ നീക്കം. കൊല്ലത്തുള്ള രാജേന്ദ്രനെ കൊണ്ടുവരിക എന്നൊരു ചർച്ച നടക്കുന്നു. അപ്പോൾ നേരിയ ശമനം വന്നു. അതാണ് ഈ സമ്മേളനമൊക്കെ നടന്നപ്പോൾ ചലനമൊക്കെ ഉണ്ടായി, ഗ്രൂപ്പ് പരിപാടിയൊക്കെ തീർന്നെങ്കിലും വീണ്ടും വിഭാഗീയത തല പൊക്കിയിട്ടുണ്ട്. വീണ്ടും അടുത്ത സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടാണ്. ഈ ചന്ദ്രശേഖരനെ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. അപ്പോൾ കൊല്ലത്തുനിന്നുള്ള രാജേന്ദ്രൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആക്കാനാണ് കാനപക്ഷത്തിൻ്റെ നീക്കം. എന്നാൽ പാർട്ടിയിൽ രാജേന്ദ്രനേക്കാൾ യോഗ്യരായവർ ഉണ്ടെന്നാണ് മറ്റൊരു എതിർ ചേരി. കൊല്ലത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ മുല്ലക്കര രത്നാകരൻ, അദ്ദേഹം കൃഷിമന്ത്രിയാണ്. ഒരു ഓണത്തിനൊരു മുറം എന്നൊക്കെ പറഞ്ഞ് പരിപാടിയൊക്കെ ചെയ്താണ്. അദ്ദേഹത്തെ കൊണ്ടുവരാനൊരു ശ്രമവുമുണ്ട്. അതുപോലെ കാനത്തിൻ്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ചേരിയിൽ നിൽക്കുന്ന CN ചന്ദ്രൻ വളരെ സീനിയർ നേതാവാണ്. PS സുബാൽ കൊല്ലത്തു നിന്നുള്ള MLA ആയിരുന്നു, വലിയ നേതാവാണ്. VS സുനിൽകുമാർ കൃഷിമന്ത്രിയായിരുന്നു, സുരേഷ് ഗോപിയോട് തോറ്റ, തൃശ്ശൂർ മത്സരിച്ച് തോറ്റ വളരെ മാന്യനായിട്ടുള്ള വളരെ സീനിയർ നേതാവാണ്. ഇവർക്ക് എക്സിക്യൂട്ടീവ് പോലും ഇപ്പോൾ സ്ഥാനമില്ല. അപ്പോൾ പിന്നെ അവരെ ഇനി കൊണ്ടുവരുന്നത് എങ്ങനെ? അപ്പോൾ പിടിവലികൾ ആരംഭിച്ചിട്ടുണ്ട്. ബിനോയ് വിശ്വത്തെ ആക്ഷേപിച്ച് ശബ്ദരേഖ തയ്യാറാക്കിയിട്ടുള്ള താക്കീത് നേരിട്ട കമലാ സദാനന്ദനെ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തെങ്കിലും ഇനിയിപ്പോൾ ശിക്ഷാ നടപടി എന്നുള്ള നിലയിൽ നടപടിക്രമം പാലിച്ച് വരുമ്പോൾ മിക്കവാറും അദ്ദേഹത്തെ മാറ്റാൻ സാധ്യതയുണ്ട്. ഇസ്മായിൽ പക്ഷം എന്തായാലും വളരെ ദുർബലമായതിനാൽ പോരാടി സ്ഥാനം നേടിക്കാനുള്ള കരുത്തൊന്നും ഇപ്പോൾ അവർക്കില്ല. സമവായ പാതയിൽ അർഹമായി നേടിയെടുക്കാൻ വിരുദ്ധ ചേരി ശ്രമിക്കും. അർഹമായത് കിട്ടട്ടെ, മാന്യമായിട്ടുള്ളത് മതി എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആരാകും അല്ലെങ്കിൽ സെക്രട്ടറി ആരാകും, ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും വിഭാഗീയതയും ഗ്രൂപ്പ് രാഷ്ട്രീയവും ഒക്കെ വരുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വിഷയമാണ്. അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. കാരണം ചെറിയ പാർട്ടിയാണ്. ഇന്ത്യ നോക്കുമ്പോൾ അത്ര വലിയ പാർട്ടിയൊന്നുമല്ല CPI. ഒരു കാലഘട്ടത്തിൽ വലിയ പാർട്ടിയായിരുന്നു. ഇന്ത്യയിലെ ആന്ധ്രയിലും അതുപോലെ തന്നെ ബീഹാറിലും ഇന്നത്തെ ഛത്തീസ്ഗഡ്, പഴയ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഒക്കെ വലിയ പാർട്ടിയായിരുന്നു. പക്ഷേ ഇന്നത്തെ തെലുങ്കാന, അത് പഴയ നമ്മുടെ ആന്ധ്ര ഒക്കെ വലിയ പാർട്ടിയായിരുന്നു. പക്ഷേ അത് ചെറിയ പാർട്ടിയായി. തമിഴ്നാട്ടിലും വലിയ പാർട്ടിയായിരുന്നു, ചെറിയ പാർട്ടിയായി. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഘടകകക്ഷി മാത്രമായി നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെ നിൽക്കുന്നൊരു പാർട്ടിക്ക് അതിനകത്തും ഗ്രൂപ്പ് വരുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയാണ്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളിൽ ഗ്രൂപ്പ് വരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് കേഡർ പാർട്ടികളാണ്. അത് CPMനകത്തും ഇപ്പോൾ കേൾക്കുന്നു, CPIയിലും കേൾക്കുന്നു, RSPയിലും എല്ലാ പാർട്ടികളിലും അധികാര രാഷ്ട്രീയത്തിൻ്റെയും കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെയും അലകൾ കേൾക്കുന്നു എന്നുള്ളത് നല്ല സൂചനയല്ല. എന്തായാലും CPIയിൽ ആരാകും അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്നുള്ളത് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നുണ്ട്. രാഷ്ട്രീയ കേരളമാണ് കാത്തിരിക്കുന്നത്, അതായത് പൊതു കേരളത്തിന് ഇതിനകത്തൊന്നും വലിയ വിഷയവും താല്പര്യവും എന്നുള്ള വിഷയങ്ങളല്ല. പക്ഷേ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നുണ്ട്. ആരായിരിക്കും അസിസ്റ്റൻറ്റ് സെക്രട്ടറി? സ്വാഭാവികമായിട്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്ന ആളിന് ഇനി അടുത്ത സെക്രട്ടറി ആകാം. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട് പാർട്ടിക്കകത്ത്. നമ്മൾ പാർട്ടിയിൽ സീനിയോറിറ്റിയൊക്കെ വലിയ വിഷയമുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. തീർച്ചയായിട്ടും ആരായിരിക്കും, ഏത് പക്ഷം ചേരും, ഏത് ചേരി പിടിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.